ഈ ശരീരത്തിനുള്ളിൽ നിന്ന് ജീവൻ പോകുന്ന സമയത്ത് നമുക്ക് 5 പ്രാണങ്ങൾ, 5 വായുക്കളുണ്ട് അത്ര. ഒരു പ്രാണൻ അങ്ങനെ പോവാതെ ഇവിടെ ഇരിക്കൂത്രേ. അത് പഞ്ചഭൂതങ്ങളായി വിഘടിക്കുന്ന ഈ ശരീരത്തിനെ പഞ്ചഭൂതങ്ങൾക്കും നമ്മൾ സമർപ്പിക്കും. അതാണ് ഹൈന്ദവന്റെ ആചാരം. മരിച്ചു കഴിഞ്ഞാൽ എന്താ ആദ്യം ചെയ്യാം? നിലത്തിറക്കല്ലേ ചോദിക്കൂലേ? വളരെ സിമ്പിളായിട്ട് ചിരിച്ചുകൊണ്ട് മരണത്തെ നേരിടാൻ തയ്യാറാവും ആത്മീയമായ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ നിലത്തിറക്കുമ്പോൾ ഭൂമിക്ക് സമർപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഭൂമി, പിന്നെ എടുത്ത് കുളിപ്പിക്കൂലേ? ജലത്തിന് സമർപ്പിച്ചു. നനഞ്ഞ കച്ചയിൽ അല്ലെങ്കിൽ പൊതിയും. 2 ജലം. അത് കഴിഞ്ഞ ചിതയിൽ വയ്ക്കും, അഗ്നിക്ക് സമർപ്പിക്കും. അത് കഴിഞ്ഞ വായു, അഗ്നിയിലിരുന്നത് വായുവായി ആകാശമായി മാറും. ആ സമയത്താണ് അത്ര 5ാമത്തെ ആ ഊർധ്വവായു പോവുക. ആ സമയത്ത് നമ്മുടെ ഉള്ളിലിരുന്നിട്ട് ഒരു പ്രാർത്ഥന ഉണ്ട്. നമ്മുടെ ജീവന് അല്ലെങ്കിൽ ആത്മാവിന് എന്താ പ്രാർത്ഥിക്കുക? വായുരൈനമൃതമതേദം ഭസ്മാന്തം ശരീരം കൃതോ സ്മര കൃതം സ്മര, കൃതോ സ്മര കൃതം സ്മര. അതായത് പഞ്ചഭൂതങ്ങളായി വിഘടിക്കാൻ പോകുന്ന ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, ഹേ ഭഗവൻ, ഞാൻ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആത്മാവിനെ ആ നേർവഴിക്ക് നയിച്ചാലും ആ ആത്മാവ് പോയി വീണ്ടും എന്തായി വരും? മറ്റൊരു ജന്മം എടുത്തു വരും. ഇനി ജന്മം എടുക്കാതെ ലൈഫ് സൈക്കിളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഇതെല്ലാം ഞാൻ ത്യജിച്ചു. സന്യാസം, ന്യസിക്കുക, ത്യജിച്ച ഒരു ഭാവത്തോടുകൂടി ഈശ്വര സ്മരണയോടുകൂടി ഘട്വാങ്കൻ ഒറ്റ വിളിയല്ലേ വിളിച്ചുള്ളൂ. ഘട്വാങ്കൻ എന്ന ധരണീശെന്നു കാൺകൊരു മുഹൂർത്തേന നീഗതി കൊടുപ്പാനും എന്തു വഴി. ഒറ്റ വിളി വിളിച്ചാൽ മതി. അജാമിളൻ വിളിച്ചതുപോലെ അവസാന ശ്വാസം പോകുന്ന സമയത്ത് നാരായണ എന്നങ്ങോട്ട് വിളിക്കാൻ നമുക്ക് തോന്നണമെങ്കിൽ ആത്മീയമായ ഒരു സംസ്കാരം വേണം. ഇങ്ങനെ ഇവിടെ വന്നിരിക്കണം, ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കണം, ഗ്രന്ഥങ്ങളിലൂടെ പോകണം. എങ്കിൽ മാത്രമേ മനസ്സിലാകൂ.